ഇപ്പോൾ കരൂരിൽ നിന്ന് സാജിദ് അജ്മൽ കൂടി തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സാജിദ് ഇപ്പോൾ അവിടെ ഉണ്ട്, രാവിലെ മുതൽ തന്നെ അവിടെയുള്ള ആളുകളുമായി സംസാരിച്ചിട്ടുണ്ട്, അവിടുത്തെ സ്ഥിതിഗതികൾ കുറച്ചെങ്കിലും ഒന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താണ് അവിടെയുള്ള ആളുകൾ ഇന്നലത്തെ ഈ അപകടത്തെക്കുറിച്ച് പറയുന്നത് സാജിദ്? ഈ അപകടത്തെക്കുറിച്ച് ആളുകൾ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇതിൽ വിജയ് എത്താൻ വൈകിയതാണ് ഇത്രയധികം ആളുകൾ സംഘടിക്കാൻ കാരണം എന്നുള്ളതാണ്. കാരണം അദ്ദേഹം ഉച്ചയോടുകൂടി എത്തുമെന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം വൈകിട്ട് 6:30 ശേഷമാണ് ഇവിടെ എത്തുന്നത്. ആ സമയമാകുമ്പോഴേക്കും വലിയൊരു ജനക്കൂട്ടം ഉണ്ടായിരുന്നു. സാധാരണഗതിയിൽ ഈ വിജയ് എല്ലാ ശനിയാഴ്ചയും നടത്തുന്ന ഈ യാത്രകൾ, ഇതുകൂടാതെ ഇവരുടെ തമിഴ് വെട്രിക്കഴകത്തിന്റെ സംസ്ഥാന സമ്മേളനങ്ങൾ 2 കഴിഞ്ഞു. ഈ സമയത്തെല്ലാം തന്നെ ഈ വലിയ ജനക്കൂട്ടത്തെ കാണുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാരവന് മുകളിലേക്ക് കയറുകയും ആളുകളെ അഭിവാദ്യം ചെയ്യുകയും കൈവീശി കാണിക്കുകയും മറ്റും ചെയ്യാറുണ്ട്. ഇന്നലെ അതുണ്ടായില്ല. മറിച്ച് അദ്ദേഹം ഈ പരിപാടി ഇന്നലെ നമ്മളെല്ലാം തന്നെ ദൃശ്യങ്ങൾ കണ്ട ആ സ്ഥലത്ത് എത്തുമ്പോഴാണ് ഇദ്ദേഹം ഈ കാരവന് മുകളിലേക്ക് കയറുന്നത്. അപ്പോ ഇദ്ദേഹത്തെ കാണുക എന്നുള്ള ഒറ്റ ലക്ഷ്യം വെച്ച് വന്ന ആയിരക്കണക്കിന് ആളുകൾ ഈ 1 കിലോമീറ്റർ അപ്പുറത്തു നിന്ന് തന്നെ ഇദ്ദേഹത്തെ കാണാനായി തിക്കും തിരക്കും കൂട്ടി വന്നതാണ് അപകടത്തിന്റെ ഒരു കാരണം. മറ്റൊന്ന്, ഈ ഓടയിലേക്ക് ആളുകൾ വീഴുന്നു. അതോടൊപ്പം തന്നെ ഈ വീണ ആളുകൾക്ക് മുകളിലേക്ക് ഈ മറ്റ് ആളുകൾ തടഞ്ഞ് വീഴുന്നു. ഈ രീതിയിൽ വീണ് കഴിഞ്ഞാൽ പിന്നീട് എഴുന്നേൽക്കുക എന്നുള്ളത് അസാധ്യമായി മാറുന്ന ഒരു സാഹചര്യം. അതോടൊപ്പം തന്നെ ഉയരമുള്ള മരങ്ങൾക്ക് മുകളിലും കയറി അവിടെ നിന്ന് പൊട്ടി താഴേക്ക് വീഴുന്നു. ഇങ്ങനെ വിവിധ തരത്തിലുള്ള ഈ കാരണങ്ങളാണ് ഈ അപകടത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് നാട്ടുകാർ നമ്മോട് സംസാരിക്കുമ്പോൾ പറയുന്നത്.